കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടു. റോഡരികിലെ കയത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. മിഥില, ഇത്തരം സങ്കടപ്പെടുന്ന വാർത്തകളും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളും നമ്മളെ വരിഞ്ഞു മുറുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും അവസാനത്തെ സംഭവം? രാവിലെ തന്നെ അത്ര ശുഭകരമല്ലാത്ത വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്നും നൽകാനുള്ളത്. ചേവരമ്പലം ബൈപ്പാസിന് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത്. ചേവരമ്പലം ബൈപ്പാസിലാണ്. നമുക്ക് കാണാം, ഈ റോഡരികിലുള്ള ഈ ഒരു കയത്തിൽ വെള്ളക്കെട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തന്നെ ബൈക്കുണ്ട്, സ്വിഗ്ഗി ജീവനക്കാരനാണ്. ഈ നിയന്ത്രണം വിട്ട ബൈക്ക് ഈ വെള്ളക്കെട്ടിലേക്ക്, അതായത് ഈ ഒരു ചേവരമ്പലം ജംഗ്ഷനിലെ ഈ ബൈപ്പാസാണ്. ബൈപ്പാസിൽ നിന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് നേരെ ഈ ഒരു വെള്ളക്കെട്ടിലേക്ക്, റോഡരികിലെ ഈ ഒരു കയത്തിലേക്ക് വീണു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് ഈ യുവാവിൻ്റെ മൃതദേഹം ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായി ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. നമുക്ക് പറയാം, ഇവിടെ ആളുകളുണ്ട്. എന്താണ്, ഈ ഒരു പ്രദേശത്ത് നിരന്തരം അപകടം ഉണ്ടാകുന്ന ഏരിയ ആണോ? അതെ അതെ, ഇതിനു മുമ്പ് ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു കാറ് നേരെ ഇതേപോലെ അപകടം ഉണ്ടായതാണ്. ഇതിനു മുമ്പ് അടിക്കടി ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അവിടെ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഡിവൈഡർ ഒന്നുമില്ല. നേരെ നോക്കുന്ന ഇത് മാത്രമാണ്. ഇവിടെ കുഴി ഉണ്ടെന്നോ വെള്ളം ഉണ്ടെന്നോ ആരും കാണുകയില്ല. അങ്ങനെ ഉണ്ടായതാണ് ഇതുപോലെ അപകടങ്ങൾ. പരാതി പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ ഇത്തരത്തിൽ ഇവിടെ ഡിവൈഡർ സ്ഥാപിക്കണം അത്തരം കാര്യങ്ങൾ? തീർച്ചയായും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നടപടികൾ ഒന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. വേറെ സ്ഥിരമായിട്ട് ഇവിടെ ഒരു മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെയൊക്കെ ശരിക്കും ബാരിക്കേഡ് വെക്കാം. അവർക്ക് ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ വെക്കാനുള്ള. ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല. എത്ര മണിക്കാണ് നിങ്ങൾ കണ്ടത്? ഇതിപ്പോൾ കുറച്ച് രാവിലെ ആയിട്ട് കണ്ടത്. കറക്റ്റ് സമയം അറിയില്ല. ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. തീർച്ചയായും എസ്കാൻ, ഇവിടെയുള്ള ഈ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം പ്രതിഷേധത്തിലാണ്. കാരണം ഈ ഒരു മേഖലയിൽ അടിക്കടിക്ക് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നു. ബൈപ്പാസിൽ ദേശീയപാതയുടെ പണി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു ബോർഡോ അല്ലെങ്കിൽ സൂചനാ ബോർഡോ ഡിവൈഡറോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് നേരെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു വെള്ളക്കെട്ടിൽ ബൈക്കുണ്ട്. ഒരു സ്വിഗ്ഗി ജീവനക്കാരനാണ്. ഉമ്മളത്തൂർ സ്വദേശി എന്നാണ് ആ ഒരു ഐഡൻറ്റിറ്റി കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഒന്നുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം മാറ്റും. പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ന് പേര് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അത് ഒന്നുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇവിടെയുണ്ട്. അടിക്കടി അപകടമുണ്ടാകുന്ന മേഖലയാണ്, പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള അപായ ബോർഡുകളോ സിഗ്നലുകളോ മറ്റൊന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഈ പ്രദേശത്തുള്ള ആളുകളും ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരും പങ്കുവെക്കുന്നത്. SKM. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. എന്താണ് സംഭവിച്ചെന്ന് കുറച്ച് സമയത്തിനകം നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്.